ഹലോ, അസ്സലാമു അലൈക്കും. നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ഇന്നൊരു അടിപൊളി ഡിന്നർ കോംബോ ആണ് കാണിക്കുന്നത് കേട്ടോ. ഡിന്നറായിട്ടും ബ്രേക്ക്ഫാസ്റ്റിനും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ചിക്കൻ കൊണ്ടാട്ടം, അതുപോലെ തന്നെ സ്ട്രീറ്റ് സ്റ്റൈലിലുള്ള ഒരു ഭട്ടൂര. ഇതിൽ ഈസ്റ്റോ, മുട്ടയോ അല്ലെ പാലോ അങ്ങനത്തെ ഒന്നും വേണ്ടില്ല. നല്ല അടിപൊളിയായിട്ടുള്ള സ്ട്രീറ്റ് സ്റ്റൈലിലുള്ള ഭട്ടൂര. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കിലോ ചിക്കൻ ഞാനിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇനി ഒരു മസാല തേക്കണം. അപ്പോൾ നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കാശ്മീരി മുളകാണ് എടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ സാധാ നോർമൽ മുളക് പൊടി എടുത്താൽ മതി. പിന്നെ വേണ്ടത് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി കൂടരുത്, കാരണം റെഡ് കളറാണ് നമുക്ക് കൂടുതൽ വേണ്ടിയത്. ഇനിയിപ്പോൾ അതൊരു 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാനിത് അളവടക്കം എഴുതി കാണിക്കുന്നുണ്ട് സ്ക്രീനിൽ. പിന്നെ അതാ കുറച്ച് ലെമൺ ജ്യൂസ് വേണം, അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളവും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക കേട്ടോ. നല്ല കട്ടിക്ക് തന്നെയാണ് വേണ്ടത്, ഒരുപാട് അങ്ങ് ലൂസായി പോകണ്ട. നല്ല കട്ടിയിൽ സാധാരണ നമ്മൾ എടുക്കുന്ന പോലെ തന്നെ നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. എന്നിട്ട് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആ ഒരു കറക്റ്റ് ലെവലിൽ മതിയിട്ട്, ഒരുപാട് അങ്ങ് മുന്നിട്ട് നിൽക്കേണ്ട, ഉപ്പൊന്നും കറക്റ്റ് പാകത്തിൽ മതി. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിലാണ് വേണ്ടി. ഇതിൻ്റെ ഒരു കട്ടിങ് കാണുന്നുണ്ടല്ലോ. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. മൊത്തത്തിൽ ഇട്ട് കൊടുക്കുക. ഒരു മീഡിയം സൈസുള്ള പീസായിട്ട് മുറിച്ചാൽ മതി കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കാട്ടിലും ചെറുതാക്കിയിട്ട് മുറിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനൊരു മീഡിയം സൈസിലുള്ള പീസായിട്ടാണ് മുറിച്ചത്. ഇനി ഈ ചിക്കൻ നന്നായിട്ട് ഈ ഒരു മസാലയിൽ നന്നായിട്ട് കോട്ട് ചെയ്ത് എടുക്കുക കേട്ടോ. നന്നായിട്ട് ഒന്ന് പെരക്കി എടുക്കണം. നന്നായിട്ട് മസാലയൊക്കെ പിടിക്കണമെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ നന്നായിട്ട് എടുക്കുക കേട്ടോ. ഇനി നിങ്ങൾക്ക് സമയമുണ്ട് എന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ നേരം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുകയും വേണം, നന്നായിട്ട് പുരട്ടി കഴിഞ്ഞാൽ. ഞാനിവിടെ അരമണിക്കൂറാണ് വെക്കുന്നത്. എനിക്ക് ഒരുപാട് സമയമില്ല. സമയമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ 1 മണിക്കൂറോ 2 മണിക്കൂറൊക്കെ വെച്ചാൽ അത്രയും നല്ലതാണ്. അപ്പോൾ അത് നന്നായിട്ട് മസാലയൊക്കെ പരട്ടിയിട്ടുണ്ട്. ഇതിന് നമുക്ക് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ അതാവണ നേരം കൊണ്ട് നമുക്ക് ഭട്ടൂരയ്ക്കുള്ള മാവൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ അതൊരു 4 കപ്പ് മൈദപ്പൊടിയാണ് ഞാൻ എടുത്തത്. ഇനി അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ റവയാണ് വേണ്ടി കേട്ടോ. സെമോലിന എന്ന് പറയുന്ന റവ. പിന്നെ വേണ്ടത് ആവശ്യത്തിന് ഉപ്പ്. ഒരു 1 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയും ചേർത്തു. ഇനി വേണ്ട മെയിൻ സാധനം എന്ന് പറയുന്നത് ബേക്കിംഗ് സോഡയാണ് അപ്പക്കാരം എന്ന് പറയുന്നത് കേട്ടോ. ബേക്കിംഗ് സോഡൻ്റെ അളവ് കൂടാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാനിതിവിടെ മെഷറിംഗ് സ്പൂണൊക്കെ എടുത്തത് കേട്ടോ. ഏകദേശം അളവല്ല, ഒരു 1/2 ടീസ്പൂൺ അത്ര ഇതിൽ ചേർക്കാൻ പാടുള്ളൂ. ബേക്കിംഗ് സോഡ കൂടി പോകാൻ പാടില്ല കേട്ടോ. ബേക്കിംഗ് പൗഡറല്ല, ബേക്കിംഗ് സോഡ ആണ്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയും സാധനങ്ങൾ കംപ്ലീറ്റ് എല്ലായിടത്തും ഒരേപോലെ ആവുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. ഇനി ഇതിലേക്ക് പുളിയില്ലാത്ത തൈരാണ് വേണ്ടി കേട്ടോ. യോഗട്ടാണ് ഞാനിവിടെ എടുക്കുന്നത്. ഒരു 4 ടേബിൾ സ്പൂണാണ് ഞാൻ പുളിയില്ലാത്ത തൈര് എടുക്കുന്നത്. മാക്സിമം പുളി കുറവുള്ളത് നോക്കിയെടുക്കുക. ഒരു 4 കപ്പാണ് നമ്മൾ മൈദപ്പൊടി എടുത്തത്. അതുകൊണ്ട് തന്നെ 4 ടേബിൾ സ്പൂൺ തൈരും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഓയിലാണ്. 1 ടേബിൾ സ്പൂൺ മതി കേട്ടോ. ഇത്രയും കുറച്ച് മാത്രം മതി. ഞാനിവിടെ ഒലിവ് ഓയിലാണ് എടുത്തത്. പകരം നിങ്ങൾക്ക് സൺഫ്ലവറോ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ അല്ലാത്ത ഏത് ഓയിലും എടുക്കാം. ഇനിയിപ്പോൾ ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് ഇതിനൊന്ന് നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുകയാണ് വേണ്ടി കേട്ടോ. നല്ല സ്മൂത്തായിട്ട് കുഴച്ചെടുക്കുക. ഇപ്പോൾ അത് നന്നായിട്ട് കുഴച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല സമയം എടുത്തിട്ട് കുഴച്ചിട്ട് തന്നെ ഇതിനെ സോഫ്റ്റ് ആക്കി എടുക്കുക. അല്ലാണ്ട് ലൂസാക്കി കുഴക്കാൻ പോകരുത് കേട്ടോ. സ്റ്റിക്കി പാകത്തിലല്ല വേണ്ടത്. നന്നായിട്ട് കുഴച്ചതിന് ശേഷം ഇതേപോലെ നല്ല സോഫ്റ്റായിട്ട് എടുക്കുകയാണ് വേണ്ടത്. ഇതിപ്പോൾ നല്ല പാകത്തിലാണ് ഞാൻ കുഴച്ചെടുത്തത്. ഇനി ഇതിൻ്റെ മേലെ കുറച്ചും കൂടെ ഞാനിത് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് മതി കേട്ടോ. ഒരു 1 2 ടേബിൾ സ്പൂണോളം ഓയിലൊന്ന് ഇതിൻ്റെ മേലെ ഒന്ന് സോഫ്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നന്നായിട്ട് ആ ഒരു എണ്ണയിൽ നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കുക. ആ ഒരു ഉരുള നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുത്താൽ മതി. എന്നിട്ട് ഇതിനെ നമ്മളൊരു പ്ലാസ്റ്റിക് റാപ്പ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കുകയാണ്. അല്ലെങ്കിൽ നല്ല അടച്ചുറപ്പുള്ള ഏതെങ്കിലും ഒരു മൂടി ഉണ്ടെങ്കിൽ അങ്ങനെ മൂടിയാലും മതി. ഞാനിപ്പോൾ റാപ്പ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ട് ഇതിനൊന്ന് ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇനിയിപ്പോൾ അത് റെസ്റ്റ് എടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ഒരു ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ആണ് എടുക്കുന്നത് കേട്ടോ. ഈ ഒരു ഇതിന് വെളിച്ചെണ്ണ തന്നെയാണ് ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി എന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു മീഡിയം സൈസുള്ള ഉള്ളി ഒന്ന് നന്നായിട്ട് മുറിച്ച് വെച്ചതാണ്. ഒരു 2 കൈപ്പിടി ഉണ്ടാവും ഇതിൻ്റെ അരിഞ്ഞതിന് ശേഷമുള്ള അളവ് എന്ന് പറയുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ട് ഇതിനൊന്ന് ഞെരടി എടുക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു അരിഞ്ഞ് വെച്ച ഉള്ളിയൊക്കെ ഒന്ന് ഇതളായിട്ട് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. ഒരേപോലെ എല്ലാ ഭാഗത്തും ഒരേ കളറായിട്ട് നമുക്ക് ബ്രൗൺ കളറിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് ഞെരടി എടുക്കണത്. അപ്പോൾ നന്നായിട്ട് ഞാനിത് ഓരോ സ്ലൈസായിട്ട് ഇങ്ങനെ ഞെരടി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ചൂടായ വെളിച്ചെണ്ണയിലിട്ടിട്ട് നന്നായിട്ട് ഇതിനൊന്ന് ചെറിയ തീയിൽ, മീഡിയം തീയിലിട്ടിട്ട് വേണം ഇത് ഫ്രൈ ആക്കി എടുക്കാനും. തീ കൂട്ടി വെക്കരുത്. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് വാടാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് കളറ് മാറിക്കോട്ടെ. നല്ലൊരു ബ്രൗൺ കളറായി കഴിഞ്ഞാൽ, ഗോൾഡൻ കളറായാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ ഇളക്കിയും കൊണ്ട് നിൽക്കണം കേട്ടോ. എന്നാലാണ് ഒരേപോലെ കളറായി കിട്ടുള്ളൂ. ഇപ്പോൾ നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഒരുപാട് അങ്ങ് കറുത്ത് പോകരുത്. അതുപോലെ തന്നെ ടേസ്റ്റ് പെട്ടെന്ന് മാറിപ്പോവും. ഈ ഒരു കളറിൽ തന്നെ കോരിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പോൾ ഞാൻ എണ്ണയിൽ നിന്ന് കോരിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സെയിം എണ്ണയിലേക്ക് തന്നെ ഉള്ളി ഇട്ടതിന് ശേഷം ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ നേരത്തെ മസാല തേച്ച് വെച്ചിട്ടുള്ള ആ ഒരു ചിക്കനില്ലേ, അത് ഫ്രൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ.
അത് ഓരോ ബാച്ചായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കുക. 2 പ്രാവശ്യമാക്കിയിട്ട് പൊരിക്കേണ്ടി വരും. 1 കിലോ ചിക്കനാണ് ഞാനിവിടെ എടുത്തത് കേട്ടോ. അപ്പോൾ ഇതാ പീസൊക്കെ ഞാൻ നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു മീഡിയം തീയിലിട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കുക. ചിക്കൻ നന്നായിട്ട് വേവണം കേട്ടോ. ഒരുപാടങ്ങ് ഡ്രൈ ആക്കി നല്ല മൊരിയിച്ചെടുക്കാൻ പാടില്ല. നല്ല സോഫ്റ്റ് ആയിട്ട് എടുത്താലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഒരു മീഡിയം തീയിലിട്ടിട്ട് 2 ഭാഗവും നന്നായിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ. ഒരു ഭാഗം ഒരു 3-4 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. മാക്സിമം 5 മിനിറ്റ്, തിരിച്ചിട്ടിട്ടും ഒരു 5 മിനിറ്റ് വെച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ ഇതാ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല ജ്യൂസി ആയിട്ടാണ് ഉള്ളത്. പുറം ഭാഗം ചെറുതായിട്ടൊരു ക്രിസ്പിയാണ്, എന്നാലും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക. ഈ ഒരു രീതിയിൽ നന്നായിട്ട് ഇതിനൊന്ന് വേവിച്ചെടുക്കുക. ഇനിയിപ്പോൾ രണ്ടാമത്തെ ബാച്ചും ഇതേപോലെ തന്നെ നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. ഫസ്റ്റത്തെ ബാച്ച് ഞാനിവിടെ കോരിയിട്ടുണ്ട്. രണ്ടാമത്തെ ബാച്ചും ഇതാ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതെല്ലാം കോരി കഴിഞ്ഞതിന് ശേഷം ആ സെയിം എണ്ണ തന്നെ ഞാൻ വേറൊരു പാനിലേക്ക് അരിച്ച് വെച്ച് കൊടുത്തതാണ്. ഒരു 2-3 ടേബിൾ സ്പൂണേ ഇതുള്ളൂ കേട്ടോ. ഈ ഒരു വെളിച്ചെണ്ണ അത്രേ ആവശ്യമുള്ളൂ. ഈ ഒരു എണ്ണയിലേക്ക് ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മളിതിൽ കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ മുളകൊക്കെ ഒന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ ഞാൻ കറിവേപ്പില കഴുകിയിട്ട് ഞാൻ ടിഷ്യൂലിട്ട് വെച്ചതാണ് കേട്ടോ. എന്ന് വെച്ചാൽ എണ്ണയിലിടുന്ന സമയത്ത് വെള്ളം അന്നേരം പൊട്ടിത്തെറിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്നായിട്ട് ഉണക്കിയതിന് ശേഷം ഇതിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതിനൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. മീഡിയം തീയിലിട്ടിട്ട് തന്നെയാണ് മൊത്തം ചെയ്യേണ്ടത്, ഒന്ന് കരിഞ്ഞു പോകരുത്. ഇപ്പോൾ നമ്മൾ ആ ഒരു കറിവേപ്പിലൊക്കെ നന്നായിട്ട് ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ കോരിയെടുക്കാം. അപ്പോൾ എല്ലാ സംഗതി നമ്മൾ ഈ ഒരു എണ്ണയിൽ തന്നെ ചെയ്യുന്നതുകൊണ്ട് ആ ഒരു എണ്ണയിൽ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്കിത് കോരി മാറ്റി വെക്കാം. അപ്പോൾ അതാ കറിവേപ്പില ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു 5-6 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഉണക്കമുളക്. ഇനി അതും ചെറുതായിട്ടൊന്ന് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതും എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഞാൻ പൊട്ടിക്കാണ്ട് തന്നെയാണ് ഇത് പൊരിച്ചെടുക്കുന്നത് കേട്ടോ. കാരണം അതിൻ്റെ ആ ഒരു എരിവ് ഇറങ്ങണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ തന്നെ പൊരിച്ചെടുക്കണത്. ഇവിടെ നമ്മൾ തീരെ മുളക് പറ്റൂല, അതുകൊണ്ടാണ്. ഇപ്പോൾ അതാ ഫ്രൈ ചെയ്ത സാധനങ്ങളൊക്കെ ഒരു പ്ലേറ്റിൽ ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചെറിയുള്ളിയാണ് കേട്ടോ. ചെറിയുള്ളി തന്നെ വേണം. ഇത് പൊളിച്ചെടുക്കാൻ കുറച്ചൊരു പണിയുണ്ടാവും, എന്നാലും ആ ഒരു കഷ്ടപ്പാടിന് അതിൻ്റെ ടേസ്റ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ അതാ ഒരു കപ്പ് നിറച്ച് ചെറിയുള്ളിയാണ് ഞാൻ എടുത്തത്. അത് അരിഞ്ഞ് വെച്ചതാണ്. എന്നിട്ട് അതിട്ടിട്ട് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആകുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഈ ഒരു എണ്ണ കിടന്നിട്ട് വെളിച്ചെണ്ണ ആയതുകൊണ്ടാണ് ഇതിങ്ങനെ പതഞ്ഞ് വരുന്നത്. അപ്പോൾ അത് നന്നായിട്ട് ഒന്ന് സോഫ്റ്റായി എന്ന് കണ്ടു കഴിഞ്ഞാൽ 1 ടീസ്പൂണാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കേണ്ടത്. 1 ടീസ്പൂൺ. എന്നിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇപ്പോൾ അതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയിലും ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് മുളക് പൊടിയാണ്. ഞാനിവിടെ കാശ്മീരി എണ്ണയാണ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ മതി കേട്ടോ. ഒരു ടേബിൾ സ്പൂൺ ഒന്നും വേണ്ട. 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മെയിനായിട്ട് വേണ്ട സാധനം എന്ന് പറയുന്നത് ചതച്ച മുളകാണ് കേട്ടോ. നമ്മളെ റെഡ് ചില്ലി ഫ്ലേക്സ് എന്ന് പറയുന്ന സാധനം. അപ്പം എൻ്റെ കയ്യിലുള്ളത് ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തതാണ്. അതെന്ന് വെച്ചാൽ ഇവിടെ കിട്ടുന്ന എരിവില്ലാത്തൊരു മുളകുണ്ട്, ക്യാപ്സിക്കം പോലത്തെ ഒരു ചുവന്ന മുളക് ഉണക്കിയിട്ട് വരുന്നത്. ഞാൻ ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. ആ ഒരു മുളക് ഞാനിങ്ങനെ ചതച്ച് വെക്കണതാണ് കേട്ടോ, എരിവ് വേണ്ടാത്തതുകൊണ്ട്. അപ്പോൾ ഞാനതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. 2 ടീസ്പൂണോളം ചതച്ച മുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നാട്ടിൽ നമ്മൾ വാങ്ങിക്കുന്ന ചതച്ച മുളക് എന്ന് പറയുന്നത് എരിവുള്ള ഉണക്കമുളക് ചതച്ചതാണ് വാങ്ങിക്കാൻ വേണ്ടി കിട്ടുക. അതുകൊണ്ടാണ് ഞാനിതിവിടെ ഈ ഒരു മുളക് വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കി വെക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇതാകുമ്പോൾ നല്ല കളറും ഉണ്ടാവും, നല്ല ആ ഒരു എന്താ പറയുക ഒരു എരിവൊന്നും ഉണ്ടാവുകയില്ല. അപ്പോൾ അത് ആ ഒരു ഉണക്കമുളകൊക്കെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇങ്ങനെ മൊരിഞ്ഞ് കണ്ടു കഴിഞ്ഞാൽ ഇനിയിലേക്ക് ലാസ്റ്റ് സോസാണ് വെച്ച് കൊടുക്കേണ്ടത്. ഒരു 4-5 ടേബിൾ സ്പൂണൊക്കെ കെച്ചപ്പ് വേണം കേട്ടോ. ടൊമാറ്റോ കെച്ചപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് ആ ഒരു കെച്ചപ്പും നന്നായിട്ടൊന്ന് എന്താ പറയുക ഒന്ന് വെന്ത് വരണം കേട്ടോ. അതിൻ്റെ ഒരു ഇതൊക്കെ ഒന്ന് മാറി വരണം. ഒരു മിനിറ്റ് നേരം നന്നായിട്ട് ഇതിനൊന്ന് വഴറ്റിയെടുക്കുക. ആ ഒരു കെച്ചപ്പിൻ്റെ നല്ലൊരു ടേസ്റ്റ് ഫ്ലേവർ വരണം. അപ്പോൾ നന്നായിട്ട് ഇതാ 1 മിനിറ്റോളം വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ലേ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഇതുവരെ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. ഈ ഒരു സമയത്ത് ഈ ഒരു ഗ്രേവിക്ക് വേണ്ടി ഉപ്പ് മാത്രം കേട്ടോ, ഒരു നുള്ള് മതിയാവും. ഞാനൊരു 1/4 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തത്, കറക്റ്റാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കണം. എല്ലാ ടേസ്റ്റും ഒന്ന് ബാലൻസ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എരിവും എല്ലാം കൂടി ഇല്ല, നമ്മൾ പുളിയും എല്ലാം ചേർത്തതുകൊണ്ട് ഒന്ന് ബാലൻസ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർക്കുന്നത്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ സാധനവും കുറച്ച് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി അവിടെ മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയെല്ലാം കൂടെ ഇതിലിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതാ ഉള്ളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കറിവേപ്പിലയും, പിന്നെ അതാ ഉണക്കമുളകും കുറച്ച് ഞാനവിടെ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ലാസ്റ്റ് നമുക്ക് വീഡിയോ ആയതുകൊണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ബാക്കി മൊത്തത്തിൽ ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതെല്ലാം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഈ ഒരു സാധനം ഉണ്ടാക്കുന്ന സമയത്ത് തിന്നുന്നതിന് തൊട്ട് മുന്നേ മാത്രമേ നമ്മൾ ഈ ഒരു ഗ്രേവി ഉണ്ടാക്കാൻ പാടുള്ളൂ കേട്ടോ, മിക്സ് ചെയ്യൽ. അപ്പോൾ എല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിക്കൻ പൊരിച്ചിട്ട് അവിടെ മാറ്റി വെച്ചാൽ മതി. ഈ ഗ്രേവി ഉണ്ടാക്കാൻ പെട്ടെന്ന് കഴിയുമല്ലോ. ഒരു 5-6 മിനിറ്റ് നമുക്ക് ഇതിൻ്റെ ആവശ്യമുള്ളൂ. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കുക. അത് ചൂടാകുന്നതിനനുസരിച്ച് നല്ല കുഴഞ്ഞ് വരും. എന്നിട്ട് പോരാൻ തോന്നുകയാണെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ കൂടെ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ കുറച്ചും കൂടെ ചേർക്കുന്നുണ്ട്, ഒരു 2-3 ടേബിൾ സ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഇതിനൊന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ തിളയ്ക്കുന്നതിനനുസരിച്ച് ഇത് നല്ല കുറുകിയിട്ടാണ് വരിക കേട്ടോ.
ആ ചെറിയുള്ളി ഇതും സോസും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല കുറുകിയിട്ടാണ് ഈ ഒരു ഗ്രേവി ഉണ്ടാവുക. ഇതിപ്പോൾ കണ്ടില്ലേ? ഈ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടത്. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ പൊരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ എപ്പോഴും ഉണ്ടാക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ എന്ന് പറയുമ്പോൾ നമ്മൾ ചിക്കൻ പൊരിച്ചിട്ട് അവിടെ മാറ്റി വെച്ചാൽ മതി. ബാക്കി എല്ലാ സാധനവും അരിഞ്ഞ് അവിടെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ ചൂടോടുകൂടി നമുക്ക് തിന്നാൻ വേണ്ടി പറ്റും. അതാണ് ഏറ്റവും ടേസ്റ്റ് കേട്ടോ. ഇനി ഈ ചിക്കൻ ഇതിൽ കിടന്ന് നന്നായിട്ട് ഇതിനൊന്ന് എന്താ പറയുക പുരട്ടിയെടുക്കുക എന്ന് പറയില്ല, നമ്മൾ ആ ഒരു അതിൽ പൊതിയണം. ആ ഒരു ചിക്കൻ്റെ പീസിലേക്ക് ഈ ഗ്രേവി നന്നായിട്ടൊന്ന് പൊതിഞ്ഞ് വരണം. അതിന് സമയം എടുത്തിട്ട് നന്നായിട്ട് ഇതിനൊന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. ഒരുപാട് ഗ്രേവിയോ ഒന്നും തന്നെ ഉണ്ടാവില്ല. ആ ഓരോ കഷ്ണത്തിൻ്റെ മുകളിൽ ഒന്ന് പൊതിയാനുള്ള ഗ്രേവി മാത്രമേ ഈ മേലെ ഉണ്ടാവുള്ളൂ കേട്ടോ. അങ്ങനെയാണ് ഈ ഒരു ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാവുക. കുറച്ചൊരു ഡ്രൈ ആണ്. അപ്പോൾ ഇത് നല്ലൊരു ജ്യൂസിയും അതുപോലെ തന്നെ ഡ്രൈയും നല്ല എന്താ പറയുക സ്പൈസിയാണ്. ഒരുപാട് സ്പൈസി ഞാൻ ആക്കിയിട്ടില്ല. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് സ്പൈസി കൂട്ടാം കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. ഇത്രയും മതി. എല്ലാം കൂടെ ചേർത്തിട്ട് ഇതേപോലെ ഒന്ന് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. നമ്മൾ അടിപൊളിയായിട്ടുള്ള ചിക്കൻ കൊണ്ടാട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു മീഡിയം സ്പൈസിയാണ് ഞാൻ ഉണ്ടാക്കിയത്. നല്ല ടേസ്റ്റാണ്. ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്ക്. ഇങ്ങനെ അല്ലാത്തവർ കേട്ടോ, ഇതുവരെ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്ക്. ഒരുവിധ ആൾക്കാരൊക്കെ നമ്മൾ ചെറിയുള്ളിയും വലിയുള്ളിയൊക്കെ മിക്സ് ചെയ്തിട്ട് വാട്ടിയിട്ടാണ് ഉണ്ടാക്കുന്ന കാണൽ. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അടിപൊളി ടേസ്റ്റിയാണ്. ഇനിയിപ്പോൾ അടുത്തത് നമ്മളെ ഭട്ടൂരയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കുഴച്ച് വെച്ച മാവ് 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. 2 മണിക്കൂർ കഴിഞ്ഞാലുള്ള അവസ്ഥ ഞാൻ കാണിച്ചു തരാം. നന്നായിട്ട് ഇത് ഫെർമെൻ്റ് ആയിട്ടുണ്ടാവും. അതുപോലെ തന്നെ തൊട്ട് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു മാവ് ഉണ്ടാവുക. അതിങ്ങനെ എടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിപ്പോൾ കണ്ടില്ലേ? ഇങ്ങനെ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം എന്ന് പറയുന്നത് കേട്ടോ. നല്ല തണുപ്പുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ ഒരു 3 മണിക്കൂറൊക്കെ വെക്കേണ്ടി വരും. അപ്പോൾ നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കുക. കാരണം ഇതിൻ്റെ പുറമെ നമ്മൾ വെച്ച ആ ഒരു കുറച്ച് ഓയിലുണ്ടല്ലോ, ആ ഓയിലൊന്നെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ ഒന്ന് കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതിനൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ട് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് ഉരുട്ടിയിട്ട് നമ്മൾ പരത്തിയിട്ട് പൊരിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ചെറിയ നമ്മൾ സാധാരണ പൂരിക്ക് എടുക്കുന്ന അതേ സൈസിലുള്ള ഉരുളയാണ് നമുക്ക് എടുക്കേണ്ടത്. ചെറിയ സൈസിൽ മതി. പിന്നെ റെസ്റ്റോറൻറ്റിലും അതുപോലെ തന്നെ പുറത്തൊക്കെ ആണെങ്കിൽ വലുതായിട്ടാണ് ഉണ്ടാക്കുക കേട്ടോ. അതിന് വലിയ ചട്ടിയും വേണ്ടി വരും. വലിയ ചട്ടിയിൽ വലിയ പീസായിട്ട് ഉണ്ടാക്കും. പക്ഷെ നമ്മളിപ്പോൾ വീട്ടിലുണ്ടാക്കുന്നതുകൊണ്ട് ചെറിയതായിട്ടാണ് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത്. ഒരു പൂരിൻ്റെ സൈസിലുള്ള ഉരുളാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഞാനത് ഒലിവ് ഓയിൽ തന്നെ കുറച്ച് ഓയിൽ, നമ്മളിത് പൊടി ഇട്ടിട്ടല്ല പരത്തുക, എണ്ണ വെച്ചിട്ടാണ് പരത്തുക കേട്ടോ. എണ്ണ ഒരുപാടങ്ങ് ഒഴിച്ച് പരത്തലല്ല, ജസ്റ്റ് ചെറുതായിട്ട്. അപ്പോൾ നമ്മൾ ഉരുട്ടി വെച്ച ഓരോ ഉരുളയും നമ്മൾ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഈ ഒരു ഓയിലൊന്ന് കോട്ട് ചെയ്ത് വെക്കുക. ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഉരുളൊന്നും ഒരുപാടങ്ങ് ഡ്രൈ ആയി പോവുകയില്ല. നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് പരത്താൻ വേണ്ടി പറ്റും. ഇനിയിപ്പോൾ അത് ഓരോന്നും ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കുക. നീളത്തിലുള്ള ഷേപ്പിലൊന്ന് പരത്തിയെടുത്താൽ മതി കേട്ടോ. ഒരുപാടങ്ങ് വട്ടത്തിലല്ല വേണ്ടത്, കുറച്ചൊരു നീളത്തിൽ നമ്മൾ നാനൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിലൊന്ന് പരത്തിയെടുത്താൽ മതി. പിന്നെ പൂരിൻ്റെ അതേ കട്ടി മതി കേട്ടോ. സാധാരണ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഭട്ടൂരൻ്റെ ആ ഒരു തടിയൊന്നും വേണ്ടിയില്ല. സാധാരണ നമ്മൾ ഭട്ടൂര കുറച്ചൊരു തടിയിൽ ഒരു കുബൂസിൻ്റെ മാതിരിയാണല്ലോ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അതെന്ന് വെച്ചാൽ ഈസ്റ്റൊക്കെ ഇടുന്നതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ വരുന്നത്. ഇതിപ്പോൾ അങ്ങനെ അത്ര തടിയിലല്ല ഉണ്ടാവുക. ശരിക്കും നമ്മളൊരു പൂരിൻ്റെ ആ ഒരു അതേ തടിയിലാണ് പരത്തിയെടുക്കേണ്ടത്. ഇപ്പോൾ നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. പൂരിൻ്റെ അതേ രീതിയിലാണ് ഇതിപ്പോൾ ഉള്ളത്. ഇനിയിപ്പോൾ എല്ലാം ഒന്ന് ഇതേപോലെ പരത്തി വെച്ചതിന് ശേഷം ചൂടായ എണ്ണയിലൊക്കെ ഇട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഒന്നും തൊടാനൊന്നും പോകണ്ട, താനേ ഇത് പൊങ്ങിയൊക്കെ വരും കേട്ടോ. നല്ല ചൂടായിരിക്കണം എണ്ണ നമ്മൾ ഇടുന്ന സമയത്ത്. ഒട്ടും എണ്ണ കുടിക്കുകയൊന്നും ആവില്ല. അതുപോലെ തന്നെ ഈ ഒരു പൊന്തി വന്നതില്ല, അതൊന്നും താന്നു പോവുകയില്ല കേട്ടോ. ഒരുപാട് നേരം ക്രിസ്പി ആയിട്ട് നിൽക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ റവ ഇട്ടതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങ് താന്നു പോവുകയൊന്നും ചെയ്യൂല. അപ്പോൾ കണ്ടല്ലോ, നന്നായിട്ട് പൊള്ളി വന്നിട്ടുണ്ട്. ഒരു ഭാഗം ഒന്ന് നന്നായിട്ടായി എന്ന് കണ്ടു കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പുറത്തെ ഭാഗവും നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. പെട്ടെന്ന് ആവട്ടെ, ഒരുപാട് സമയമൊന്നും വേണ്ട, പെട്ടെന്ന് വെന്ത് കിട്ടുന്ന സാധനമാണ്. ഇപ്പോൾ 2 ഭാഗവും നല്ലൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ചൂടോടുകൂടി കഴിക്കാനാണ് എനിക്ക് ഇഷ്ടം കേട്ടോ. ചൂടാറിയാൽ ചിലർക്ക് ചൂടാറിയിട്ടാണ് ഇഷ്ടം എന്ന് പറയും. എനിക്ക് ചൂടോടുകൂടി കഴിക്കാനാണ് നല്ല ഇഷ്ടം. നല്ല ടേസ്റ്റാണ്. നല്ല ക്രിസ്പി ആയിട്ടും അതുപോലെ തന്നെ ഉള്ളു നല്ല സോഫ്റ്റും ആണ് കേട്ടോ. ഒരുപാടങ്ങ് ക്രഞ്ചി ആയിട്ടുള്ള ക്രിസ്പി അല്ല. നല്ല ഒരു എന്താ പറയുക, ഒരു ഒത്ത പാകത്തിലുള്ള ഒരു ക്രിസ്പിയാണ് പുറം ഭാഗം. അതുപോലെ തന്നെ ഉള്ളിലാണെങ്കിൽ നല്ല സോഫ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഈ ഈസ്റ്റ് ചേർക്കുമ്പോൾ ഒരുപാട് ആൾക്കാർക്ക് പറ്റില്ല എന്ന് പറയലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയതാണ് ഈ ഒരു റെസിപ്പി. അപ്പോൾ രണ്ടാമത്തെ ആക്കിയിട്ടുണ്ട്. അത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. പെട്ടെന്നാവും കേട്ടോ. ഒരുപാട് ടൈമൊന്നും എടുക്കില്ല. വേഗം നമുക്ക് പൊരിച്ചെടുക്കാൻ വേണ്ടി പറ്റും. തീ ഒന്ന് നോക്കിയാൽ മതി. ഒരുപാടങ്ങ് കൂടാനും പാടില്ല, എന്നാൽ കുറയാനും പാടില്ല. ഇപ്പോൾ ഇത് ലാസ്റ്റത്തും കൂടെ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. ലാസ്റ്റത്തും ഇവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. അതും നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. നല്ല അടിപൊളിയായിട്ടുള്ള റെസ്റ്റോറൻറ്റ് കിട്ടുന്ന, അല്ല തട്ടുകടയിലൊക്കെ കിട്ടുന്ന ആ ഒരു നോർത്ത് ഇന്ത്യൻ ഭാഗത്ത് കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ഭട്ടൂരാണിത്. ഇനിയിപ്പോൾ അത് കൊണ്ടാട്ടം ഞാൻ വിളമ്പി വെച്ചതിലേക്ക് എല്ലാ സാധനവും ഇതിൻ്റെ മേലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കുന്നുണ്ട്. ബാക്കിയുള്ള ആ ഒരു ഉള്ളിയും കറിവേപ്പിലയും അതുപോലെ തന്നെ ഉണക്കമുളകും. പിന്നെ നിങ്ങളെ കയ്യിൽ വെളുത്ത എള്ളുണ്ടെങ്കിൽ ഇതിൻ്റെ മേലെ ഇട്ടാലും ഒന്നും കൂടെ ഭംഗിയാണ് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർത്തിട്ടില്ല. ഇപ്പോൾ അതെല്ലാം ഇതിൻ്റെ മേലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള ചിക്കൻ കൊണ്ടാട്ടം ഇവിടെ റെഡിയായി. നല്ല ടേസ്റ്റിയാണ് കേട്ടോ, വെറുതെ കഴിച്ചു പോകും. അതേപോലെ തന്നെ അടിപൊളിയായിട്ടുള്ള സ്ട്രീറ്റ് സ്റ്റൈലിലുള്ള ആ ഒരു ഭട്ടൂരയും നമ്മളിവിടെ പൊരിച്ച് വെച്ചിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റിയാണ്, സൂപ്പർ കോംബോ ആണ് കേട്ടോ. എന്തായാലും ഈ ഒരു രീതിയിൽ രണ്ടും ഒന്ന് ഉണ്ടാക്കി നോക്ക്. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്നും പറയാൻ മറന്നു പോകരുത്. ഞാനിതൊന്ന് മുറിച്ച് കാണിച്ചു തരാം കേട്ടോ. ഉൾഭാഗമൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഉള്ളിലൊക്കെ കണ്ടില്ലേ, ഒരു തുള്ളി പോലെ എണ്ണ കയറുക അല്ലെങ്കിൽ പൊട്ടിപ്പോവുക ഒന്നും ചെയ്യൂല. അങ്ങനെ തന്നെ നിൽക്കുകയും ചെയ്യും. നല്ല സോഫ്റ്റാണ്, പുറം ഭാഗം ഇത്തിരി ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ നല്ല കോംബോ ആണ്. എന്തായാലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോസൊക്കെ പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. ജസ്റ്റ് ഒരു ഇമോജി ആയാലും കുഴപ്പമൊന്നുമില്ല, എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. കാണുമ്പോൾ ഒരു സന്തോഷമാണ്, അടുത്ത വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രചോദനം കൂടിയാണ് നിങ്ങൾ ഈ ഒരു കമൻസും ലൈക്കും ഒക്കെ കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.